ഇപ്പം സമയം കൃത്യമായിട്ട് പറഞ്ഞാൽ രാത്രി ഏകദേശം 1-1:30 മണിയൊക്കെ ആവും. ഞാനിപ്പോൾ എന്തിനിങ്ങനെ വന്നൊരു വീഡിയോ എടുക്കണമെന്ന് കേട്ടാൽ എനിക്കങ്ങോട്ട് ചിന്തിച്ചിട്ട് അങ്ങോട്ടൊന്നും പിടി കിട്ടണില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം പീരീഡ്സ് ആണ്. രണ്ടാമത്തെ കാര്യം എനിക്ക് ഉറക്കം കിട്ടണില്ല. ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നു. പിന്നെ ഞാൻ എടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമോ ഇല്ലയെന്നൊന്നും അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ചെയ്യില്ലായിരിക്കും. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എല്ലാവരുടെയും വിചാരം മോണിറ്റൈസേഷനായ മാസം തോറും ഇങ്ങനെ പൈസ കിട്ടും അങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളതിനനുസരിച്ച് വർക്ക് ചെയ്യണം. പിന്നെ ആസ് എ കോണ്ടൻറ് ക്രിയേറ്റർ എന്ന നിലയ്ക്കാണ് നമുക്ക് ഡെയിലി കണ്ടൻറ്റ് എടുക്കാൻ നമുക്ക് ഉള്ള കണ്ടൻറ്റ് കിട്ടുന്നില്ല. വീട്ടിൽ നിന്ന് കണ്ടൻറ്റ് കിട്ടൂലെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് ഉടനെ കുടുംബ ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് സ്റ്റാറ്റസ് ഇടാനുള്ള അമ്മയൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് കണ്ടൻറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞു ശരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തോന്നെന്ന് പറഞ്ഞാൽ, ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ 27 കൊല്ലമായിട്ട് എനിക്കിപ്പോൾ 28 വയസ്സാകുമ്പോൾ 27 കൊല്ലമായിട്ട് ഞാനും എൻ്റെ വീട്ടുകാരും ഒക്കെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പം ഞാനും എൻ്റെ പ്രവീണനും കുട്ടിയായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അറിഞ്ഞുകൂടാ. എല്ലാവരും പറയുന്ന പോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, എല്ലാവരും വിചാരം യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് കണക്കിന് പൈസ ഉണ്ടാക്കണം. എല്ലാവരും വിചാരം റബ്ബർ ഷീറ്റ് അടിക്കുമ്പോൾ രാവിലെ എണീറ്റ് അടിക്കണം എന്നാണ് അവരൊക്കെ വിചാരം. പക്ഷെ അങ്ങനെയല്ല. ചിലർക്ക് ലക്ക് തല വരാന്നൊക്കെ പറയും. പിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല. ഡെയിലി കണ്ടൻറ്റ് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഡെയിലി എന്ത് കണ്ടൻറ്റ്, പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല. എനിക്ക് നല്ല ആഗ്രഹം ഡെയിലി കണ്ടൻറ്റ് എടുക്കണം. പ്രവീണൻ്റെ ഒറ്റ വരുമാനത്തിലാണ് പോകണം. പ്രവീണനെ പിടിച്ച് വീട്ടിൽ നിർത്താനും പറ്റൂല. ചില കണ്ടൻറ്റ് എടുക്കണം എന്നും പറഞ്ഞ് വീട്ടിൽ നിർത്താനൊന്നും പറ്റൂല. പ്രവീണൻ്റെ ഒറ്റ വരുമാനത്തിലാണ് പോകുന്നത്. ആ വരുമാനത്തിന് അതായത് വീടിൻ്റെ റെൻറ്റിൻ്റെ ഷെയർ കൊടുക്കണം, അങ്ങനെ എല്ലാത്തിൻ്റെയും ഷെയർ കൊടുക്കേണ്ട കാരണം അങ്ങനെ നമുക്ക് സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സീറോ ആണ്, വട്ടപൂജ്യമാണ്. ശരിക്കും നമ്മുടെ ലൈഫിൽ വട്ടപൂജ്യമാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കര കയറി വരാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് നല്ല സത്യം നമുക്ക് മനസ്സിലായത്. എന്തെന്ന് പറഞ്ഞാൽ ഡെയിലി എടുക്കാനുള്ള കണ്ടൻറ്റ് നമ്മുടെ കയ്യിലില്ല. പിന്നെ ഇപ്പം എന്തോന്ന് പറയാം, വീട്ടിൽ വെച്ച് എല്ലാവരെയും പോലെ മറ്റേ പ്രവീൺ കാണാം, അവരൊക്കെ പോലെ വീട്ടിൽ കണ്ടൻറ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പ്രവീണാന്ന് അച്ഛനൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുടുംബ ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് ഇടാൻ വേണ്ടി ഉറക്കണിക്കണം എൻ്റെ അമ്മ. അതായത് ജോലിയൊക്കെ കഴിഞ്ഞ് കുടുംബ ഗ്രൂപ്പിൽ മെയിനായിട്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, പിന്നെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി. പിന്നെ ആ അമ്മ ചോദിച്ചിട്ട് എന്ത് കണ്ടൻറ്റ് ഉണ്ടാക്കാൻ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു, പ്രവീണുള്ളതിനെ കണ്ടൻറ്റ് എടുത്തുകൂടെ? വീട്ടിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വീഡിയോ എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം മൂഡ് സ്വിങ്സും കാര്യങ്ങളും തലവേദനയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങളൊക്കെ ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു എടുക്കുന്ന വീഡിയോ ആണ്. അതായത് കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ സ്കിപ്പാക്കി പോയിക്കുക. എൻ്റെ മനസ്സിലൊരു ഫീലിങ്സാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഞാൻ ഇപ്പോഴും പറഞ്ഞു, പൈസ ഉള്ളവന് ഈ ലോകത്ത് വിലയുള്ളൂ, പൈസ ഇല്ലാത്തവന് ഈ ലോകത്ത് വിലയില്ല. അതിപ്പോൾ സ്വന്തം വീടാണെങ്കിലും ചെന്ന് കയറുന്ന വീടാണെങ്കിലും, അതിപ്പോൾ എൻ്റെ കാര്യത്തിലായാലും പ്രവീണൻ്റെ കാര്യത്തിലായാലും പൈസ ഉണ്ടോ നമുക്കവിടെ എല്ലാ റെസ്പെക്റ്റും ബഹുമാനവും നമുക്കവിടെ അംഗീകാരവും കിട്ടും. അതായത് ദൈവം തരുന്ന ഒരവസ്ഥയെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം തന്നെ. ഈ രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ള ഒരവസ്ഥയുണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവൂല. എങ്ങനെ പറഞ്ഞു തരണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നാളൊരു കാലത്ത് എൻ്റെ മോനും ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, അറിഞ്ഞുകൂടാ. അങ്ങനെ ചിന്തിക്കാണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതേപോലെ ഇരുന്നിരുന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഡെയിലി ഞാൻ എന്ത് കണ്ടൻറ്റ് ഇടും എനിക്കൊരു പിടിയില്ല. കണ്ടൻറ്റ് വേണ്ടേ, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം, എന്ത് കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യും അറിഞ്ഞുകൂടാ. പക്ഷേ എന്തൊക്കെ സ്വപ്നം കണ്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. പക്ഷേ ചാനൽ വിചാരിച്ചത്ര ഒരു റിസൾട്ട് തരുന്നുണ്ടോയെന്ന് വെച്ചാൽ തരുന്നില്ല. എന്നിട്ട് ഞാൻ തളരാതെ ഇതുവരെ എത്തി. എന്തെങ്കിലുമൊക്കെ ആയി തീരുമെന്ന പ്രതീക്ഷയെ തന്നെ ഞാൻ ഈ ചാനൽ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. എന്തെങ്കിലുമൊക്കെ ആയി തീരുമായിരിക്കും. ഭൂമി ഇങ്ങനെ ഉരുണ്ടതല്ലേ, എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടുമായിരിക്കും അല്ലേ. അതായത് ഞാനൊക്കെ കൊച്ചിലെ തൊട്ട് കേട്ട് തുടങ്ങിയത് വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും, അതായത് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലായാലും നമുക്കൊരു പുച്ഛഭാവം, അത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പുച്ഛഭാവം. ഞാൻ ഒരുപാടത്
ഞാൻ ഒരുപാട് അത് കൊണ്ടിട്ടുണ്ട്. അതായത് അങ്ങനെയാണ് നമുക്ക്. അതായത് എൻ്റെ ഫാമിലിയുടെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രമേ പൈസ ഇല്ലാതെ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയാലും നമ്മളെ നോക്കുന്നത് നമ്മളെ കൂടെ ഉള്ളവരെ നോക്കും, നമുക്കറിയാൻ പറ്റുമല്ലോ. അങ്ങനെ എനിക്ക് ഒരുപാട് എനിക്ക് ഫീൽ ആയതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ അത് ഫീൽ ആയിട്ടുണ്ട്. അങ്ങനെ ഒരവസ്ഥ എൻ്റെ മോന് വരരുതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട്, എനിക്ക് മാത്രം എൻ്റെ പ്രവീണേട്ടന് ഒരാഗ്രഹമുണ്ട്, മനസ്സിലായില്ലേ? അതായത് ഞാനും പ്രവീണേട്ടനായാലും കുഞ്ഞിൽ ഒരുപാട് 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 കഷ്ടപ്പെട്ട് തന്നെയാണ് ഇതുവരെ എത്തിയത്. എന്താ പറയുക, ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇതിങ്ങനെ പറയണേൻ്റെ കാര്യം എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അത് നട്ടപ്പാതിരാക്കി എനിക്ക് ചിന്തിച്ചിട്ടൊന്നും മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. കൂടുതലൊന്നും പറഞ്ഞ് വഷളാക്കുന്നില്ല. ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ പറയണത് നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എൻ്റെ മനസ്സിലെ ഫീലിങ്സാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.